നമ്മൾ നന്നാവണേ. ഏത് പരീക്ഷണത്തിന്റെയും മുന്നിൽ നമുക്ക് ജയിക്കാനുള്ള വഴി അല്ലാഹുവിലേക്ക് മടങ്ങലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടങ്ങലാണ്. അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങണം. നമ്മൾ പരാജയപ്പെടൂല. നമുക്ക് ഈ ലോകത്തിനപ്പുറം ഒരു സ്വർഗം പ്രതീക്ഷിക്കാനുണ്ട്. അത് ശരിയായ പ്രതീക്ഷയാണ്. ഇതിവിടെ ഒട്ടുമുക്കാൽ ജനങ്ങൾക്കും ഈ ലോകത്തെ ജീവിതത്തിലെ സുഖമേ കാണാനുള്ളൂ, ഇവിടുത്തെ അധികാരമേ കാണാനുള്ളൂ, ഇവിടുത്തെ ആനന്ദമേ കാണാനുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ജീവിതം ഇവിടെയല്ല. യഥാർത്ഥ ജീവിതം നാളത്തെ ജീവിതമാണ്. അതിനു വേണ്ടി ഒരുങ്ങിക്കോ. തത്വജ്ഞാനിയായ ഒരു മനുഷ്യനോട് ചോദിച്ചു, മനുഷ്യന്റെ ജീവിത ചിന്തകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ മനോഹരമാണ്. ഈ മനുഷ്യന്മാരുണ്ട്, അവര് ആരോഗ്യം മറന്നിട്ട് പൈസയുണ്ടാക്കുന്നു, പിന്നീട് ആരോഗ്യം കിട്ടാൻ പൈസ ചെലവഴിക്കുന്നു, പക്ഷേ ആരോഗ്യം കിട്ടുന്നില്ല. പറഞ്ഞത് മനസ്സിലായോ? ആരോഗ്യം മറന്ന് പൈസ ഉണ്ടാക്കും. മർഹബ. ആരോഗ്യം മറന്നിട്ട് പൈസ ഉണ്ടാക്കും. ഉറക്കില്ല, അറസ്റ്റില്ല, പൈസക്ക് വേണ്ടി ഓടുകയാണ്. കുറച്ച് കഴിയുമ്പോഴോ ആരോഗ്യത്തിന് വേണ്ടി പൈസ ചെലവഴിക്കാൻ തിരിച്ചു കിട്ടോ? കിട്ടൂല. കുട്ടിയായിരിക്കുമ്പോൾ തോന്നും എനിക്ക് നല്ല ജോറുള്ള യുവാവണം. യുവാവായി കഴിയുമ്പോ തോന്നും ഇനി SSF-കാരനാവണോ. തിരിച്ചു വരാൻ കഴിയൂല. ഇതാണ് മനുഷ്യന്റെ ജീവിതം. ഈ ലോകത്തെ ഭൂമി വാങ്ങിയിട്ട് വീടിങ്ങനെ വലുതാക്കാണ്. ആ വലുതാക്കും തോറും ഇവിടുന്ന് അയാൾ യാത്ര ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ കിടക്കേണ്ട ഖബർ വലുതാക്കാനുള്ള ചിന്തയില്ല. വിട്ടുപോകുന്ന വീട് വലുതാക്കുക, ചെന്ന് താമസിക്കാനുള്ള വീടിനെ കുറിച്ച് ആലോചനയില്ല. ഇത് ഒഴിവാക്കിപ്പോന്നുള്ള വീടാ. ഇത് വലുതാക്കാനാണ് നമ്മുടെ ചിന്ത. പോയി താമസിക്കാനുള്ള ഒരു വീടുണ്ട്, ആ വീടിനെ കുറിച്ച് നമുക്ക് ആലോചന കുറവാണ്, ചിന്ത കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല ബുദ്ധിമാന്മാരാവണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ 4 ഖലീഫമാരുടെയും ഏറ്റവും വലിയ പ്രമോട്ടർ ആരാണ്? മോട്ടിവേറ്റർ ആരാണ്? ഏറ്റവും വലിയ മോട്ടിവേഷൻ നൽകിയത് ആരാണ്? അത് വേറെ ആരുമല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞു. ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം റഹിമഹുള്ളയും നിവേദനം ചെയ്ത ഹദീസിലില്ലേ, ലൗ കുന്തു മുത്തഖിദൻ മിനൻ നാസി ഖലീലൻ ലത്തഖൽതു അബൂബക്കറിൻ ഖലീലാ. ഇമാം മുസ്ലിം തങ്ങളുടെ റിവായത്തിൽ സാഹിബുക്കും ഖലീലുല്ലാഹ് എന്നുകൂടി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഒരു പ്രമോഷൻ നടത്തിക്കൊണ്ട് പറഞ്ഞതാണ്, ഏറ്റവും നല്ല മോട്ടിവേഷനാണ്. ഈ ലോകത്ത് ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ, അങ്ങേയറ്റത്തെ ഖുല്ലത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ, ആ ഖുല്ലത്ത് ഞാൻ ആരോടായേനെ? എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖിനോടായേനെ. പക്ഷേ എന്റെ ഏറ്റവും വലിയ മഹബ്ബത്ത് അല്ലാഹുവിനോടാണ്, പിന്നെയുള്ള മഹബ്ബത്ത് സിദ്ദീഖിനോടാണ്.
കൂട്ടുകാരെ, നല്ല കൂട്ടുകാരെ നിങ്ങൾ സ്വീകരിക്കണം. ഖല്ലി ഖല്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. മഹാനായ ഉമറുൽ ഖാഹിരി തങ്ങൾ എഴുതിയതാണ്. വളരെ മനോഹരമായ വരികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. അതോടൊപ്പം ആ മദ്ഹിലേക്ക് ചേർക്കുന്ന ഉപദേശങ്ങളാണ്. അങ്ങ് തമിഴ്നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിൽ മുദർരിസായിരുന്ന ഉമറുൽ ഖാഹിരി തങ്ങൾ എഴുതിയതാണ്. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അലൽ ആലിയാൽ أول السطور بسم الله بدء القال. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ വ്യാപ്തി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന ഖാ എന്ന അക്ഷരമെത്തിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഖല്ലി ഖല്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമ. ഓ കൂട്ടുകാരാ, നീ ഒഴിവാക്കണേ. ഖല്ലി ഖല്ലി, കൂട്ടുകാരാ നീ ഒഴിവാക്കണേ. ഖുല്ലത്തൽ ഖിദ്ലാനി, മോശക്കാരോട് കൂട്ടുകൂടാൻ പാടില്ല. മോശക്കാരോട് കൂട്ടുകൂടിയാൽ എന്താ സംഭവിക്കുക? ഖൗഫൽ ഖാതിമ, അന്ത്യം പേടിക്കേണ്ടി വരും. ചീത്ത കൂട്ടുകാരുണ്ടാവരുത്. കമ്പനി അടിച്ച് പല തെറ്റും ചെയ്തു പോകും. നീ അങ്ങനെ പോവരുത്. പിന്നെ ആരോടാണ് നീ കൂട്ടുകാരനാവേണ്ടത്? ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നല്ല മൂല്യങ്ങൾ പാലിക്കുന്ന കൂട്ടുകാരന് നീ കമ്പനി അടിച്ചോ, നിനക്കത് വിജയമാണ്. നന്മയും നല്ല ഗുണങ്ങളും പാലിച്ചുകൊണ്ട് നല്ല ഒതുങ്ങി ജീവിക്കുന്ന, മുഴുവൻ അനാവശ്യ ബഹളങ്ങളിൽ നിന്നും മിനൽ ഖൽഖാലി ഖാലിൻ, എല്ലാ ഖൽഖാലുകളിൽ നിന്നും ഖാലിയായ ആളെ നീ കമ്പനി അടിച്ചോ, അത് നിനക്ക് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലഖ്തഖൽതു അബൂബക്കറിൻ ഖലീല. ഈ ലോകത്തൊരു മനുഷ്യനെ ഞാൻ ഖലീലാക്കിയിരുന്നെങ്കിൽ അത് സിദ്ദീഖുൽ അക്ബർ തങ്ങളായേനെ. പക്ഷേ എനിക്കുണ്ട മഹബത്തിന്റെ അങ്ങേയറ്റം അല്ലാഹുവിനോടുള്ള മഹബത്താണ്. ഖലീലുല്ലാഹി, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായി പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് അവിടുത്തെ പ്രചോദനം ഉൾക്കൊള്ളണം.